പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. നിൻ്റെ കാരുണ്യം, നിൻ്റെ സ്നേഹം, നിൻ്റെ ചൈതന്യം, നിൻ്റെ ശക്തി, നിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുവാനായിട്ട്, ഉറപ്പുള്ള വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ട് മാറുവാനായിട്ട് വിളി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. പാറമേൽ പണിത മനുഷ്യനെപ്പോലെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി മാറുവാനും, വിശ്വാസത്തിൻ്റെ കോട്ടയായി മാറുവാനും, നിൻ്റെ അപേക്ഷയിലെയും കോട്ടയും കർത്താവാണെന്ന ബോധ്യത്തിൽ ജീവിക്കുവാനുമായി വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയാം. പ്രിയമുള്ളവരെ, മണ്ണിൽ വീട് പണിതവനെപ്പോലെ ബുദ്ധിശൂന്യരായി മാറരുതെന്നും, ഈ ലോകത്തിൽ മാത്രമല്ല നിൻ്റെ ജീവിതം അനശ്വരതയ്ക്കുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട ഉറപ്പുള്ള വിശ്വാസത്തിൻ്റെ കോട്ടയായി മാറുവാൻ തക്കവിധം നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ഇന്ന് പ്രത്യേകമായിട്ട് വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കാറ്റടിച്ചാലും മഴ പെയ്താലും ജീവിതത്തെ പ്രതിസന്ധികൾ ഏത് തരത്തിൽ വന്നാലും തകർന്നു പോകാത്ത വിധത്തിൽ ഉറച്ച വിശ്വാസത്തിൻ്റെ ഉടമയായി മാറുവാനും, എല്ലാം ദൈവം നോക്കിക്കൊള്ളുമെന്നും പരിപാലിക്കുമെന്നും ബോധ്യത്തിൽ ജീവിക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകമായി മാറുവാൻ കഴിയുക. ഇന്നേ ദിനം നമ്മെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുവാനും, അങ്ങനെ ദൈവ കാരുണ്യത്തിൻ്റെ നിറവിൽ ജീവിച്ചുകൊണ്ട് സമ്പൂർണമായിട്ടും അവിടുത്തെ മക്കളായി മാറുവാനുള്ള വിളി സ്വീകരിക്കുവാനും നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് നമ്മെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ തക്കവിധം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി, പാറമേൽ പണിത ഭവനം പോലെ നമ്മുടെ ഭവനം ഉറപ്പുള്ള ഭവനമായി മാറുവാൻ നമ്മളെ വിളിച്ച ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മെ സമർപ്പിക്കാം. ദൂതന്മാരുടെ രാജാവായ നസ്രേക്കാൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തപകടങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റായി മാത്രപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.